കർക്കിടക മാസം, പഞ്ഞമാസം എന്ന് നാം വിളിക്കുന്ന രാമായണ മാസം. പ്രകൃതി മുഴുവൻ മഴയിൽ കുളിച്ച് നിൽക്കുമ്പോൾ മനസ്സും ശരീരവും ശുദ്ധമാവാൻ ഒരു പുണ്യയാത്ര, അതാണ് നാലമ്പല ദർശനം. ഒരേ സമയം ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ തുടങ്ങി 4 സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിലേക്ക് നടത്തുന്ന അതിവിശിഷ്ടമായ ഒരു പുണ്യയാത്ര. ഇത് കേവലം ഒരു ക്ഷേത്ര സന്ദർശനം മാത്രമല്ല, രാമായണത്തിലെ ധർമ്മം, സ്നേഹം, സാഹോദര്യം എന്നിവ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്ന ഒരു ആത്മീയ യാത്ര, അതാണ് നാലമ്പല ദർശനം. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്നാണ്. ഇവിടെയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. കരവധത്തിന് ശേഷം ശാന്തഭാവത്തിൽ നിൽക്കുന്ന ശ്രീരാമനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചതുർബാഹുവായി ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച രൂപം. രാവിലെ തൃപ്പയാർ തേവരുടെ ദർശനം കൊണ്ട് യാത്ര തുടങ്ങണം എന്നാണ് വിശ്വാസം. മീനൂട്ട്, വെടിവഴിപാട് എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. തേവരെ തൊഴുത് അനുവാദം വാങ്ങി നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും. രണ്ടാം ക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. രണ്ടാമതായി നാം എത്തുന്നത് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ്. ഇവിടെ ഭരതനാണ് പ്രതിഷ്ഠ. പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യയിൽ ഭരത പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിത്. രാമനായി കാത്തിരുന്ന ഭരതൻ രാജ്യം വേണ്ടെന്ന് വെച്ച് സഹോദര സ്നേഹത്തിനായി ത്യാഗം ചെയ്ത മഹാത്മാവ്. ഇവിടെ നെയ്വിളക്ക്, മീനൂട്ട് എന്നിവ പ്രധാനമാണ്. ഭരതനെ തൊഴുത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു.
മൂന്നാം ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്താണ് ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മണൻ രാമന്റെ നേരായി ജീവിച്ച അനുജൻ, സേവനത്തിന്റെ പ്രതീകം. പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിന് 1000-ലധികം വർഷത്തെ പഴക്കമുണ്ട്. ഇവിടുത്തെ ശാന്തത മനസ്സിന് വലിയ ആശ്വാസം നൽകും. ലക്ഷ്മണനെ തൊഴുത് കൃത്രിമത്വമില്ലാത്ത സേവനത്തിന്റെ മഹത്വം മനസ്സിലാക്കി നാം അവസാന ക്ഷേത്രത്തിലേക്ക്. നാലാം ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. നാലമ്പല ദർശനം പൂർത്തിയാകുന്നത് തൃശ്ശൂരിലെ പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലാണ്. ശത്രുഘ്നൻ എപ്പോഴും മറ്റുള്ളവർക്കായി നിൽക്കുന്നവൻ, ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം. ഏറ്റവും ചെറിയ ക്ഷേത്രമാണെങ്കിലും ഭക്തി കൊണ്ട് സമ്പന്നമാണ് ഈ സന്നിധി. ഇവിടെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ശത്രുദോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. 4 സഹോദരന്മാരെയും ഒരേ ദിവസം ദർശിച്ചതോടെ നമ്മുടെ നാലമ്പല യാത്ര പൂർണ്ണമാകുന്നു. നാലമ്പല ദർശനം കൊണ്ട് എന്ത് ഫലം ലഭിക്കും? ദുരിതങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നാണ് വിശ്വാസം. രാമൻ ധർമ്മം, ഭരതൻ ത്യാഗം, ലക്ഷ്മണൻ സേവനം, ശത്രുഘ്നൻ ധൈര്യം. ഈ 4 ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. കർക്കിടക മാസത്തിൽ ഈ 4 ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടക്കും. ഈ യാത്രയിൽ നാം കേൾക്കുന്ന ഓരോ ശ്ലോകവും മനസ്സിന് കുളിർമയാകും. സന്ധ്യയാകുമ്പോൾ നാലമ്പല ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കും. ഒരു പുണ്യയാത്ര പൂർത്തിയാക്കിയ സംതൃപ്തി. 4 സഹോദരന്മാരുടെയും അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകും. ശ്രീരാമജയം. നാലമ്പല ദർശനത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം.